വേണ്ട വേണ്ട വേണ്ട, എനിക്ക് അറിയാഞ്ഞിട്ടല്ലേ ചോദിക്കുന്നേ. ഹലോ, യെസ്, സുഖമുള്ളോ? നിങ്ങൾക്ക് എന്നത്തേക്കാണ്? ഓക്കെ, വാട്സപ്പ് മെസ്സേജ് വെച്ചു. അല്ല ശുഭ ചേച്ചി, എനിക്കറിയില്ല ചേച്ചിയെ, ഞാൻ ഇതോടെ സ്വർഗം കണ്ടിട്ടില്ല, അതുകൊണ്ടല്ലേ. അയ്യോ, എന്നെ സ്വർഗം കാണിക്കുന്ന ഒരാളുണ്ടായിരുന്നു, നാട്ടിൽ പോയില്ലേ. എന്നാൽ നമ്പർ എഴുതിയെടുത്തോ, സ്വർഗം പടറക്കായിരുന്നു. നിന്റെ മുഖം കാണിച്ചേ സച്ചി, നിന്റെ മുഖം കാണിച്ചേ, എന്നിട്ട് മതി. നിന്നോട് ഇത് സ്വർഗം കാണിക്കണോ? നീ വെറും നക്കീരന. എനിക്ക് വേണ്ട, നിന്റെ മുഖം വേണ്ട, മനസ്സിലാവും. നീ വെറും നക്കീരനാന്ന്. താല്പര്യമില്ല, വേണ്ട മുത്തേ, എനിക്ക് വേണ്ട. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ മോളെ? എന്താ? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് മോളെ. ആരുടെ? എന്റെയോ? ആശുപത്രിച്ച എൻ്റെ അല്ലേ? എൻ്റെ സാധനം ആശുപത്രി കണ്ടിട്ടുണ്ട്. സത്യ കാന്താരി കണ്ടിട്ടില്ലല്ലോ എൻ്റെ. എന്നാ വേണോ പറ സ്വർഗം? എനിക്ക് വേണം, വേണം. കാന്താരി ജമ്മു മേബിളിൽ അറിയോ? ആശുപത്രിച്ചെന്നെ കണ്ടിട്ടുണ്ട്. ആശുപത്രിച്ചെന്റെ മുല വരെ കണ്ടിരിക്കണ്, എൻ്റെ വയറ് വരെ കണ്ടിക്കണ്. സീരിയസ്ലി കണ്ടിക്കണ്, സത്യം. ആശുപത്രിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, എൻ്റെ ബോഡി ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരു ദിവസം കാന്താരിക്ക് അയച്ചാറുണ്ട്. അല്ല, അയച്ചല്ല, ദിവസം ഞാൻ കാന്താരിനെ എൻ്റെ വയറ് സൂപ്പറല്ലേ, നല്ല വെളുത്ത വയറല്ലേ. ഞാൻ ഒരു ദിവസം കാന്താരിനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ബെഡിൽ അങ്ങോട്ട് കിടക്കുക, നെയ്റ്റി അങ്ങോട്ട് പൊക്കി വെക്കുക, താഴെ ഒരുത്തനെ പിടിച്ച് കിടത്തുക. അതെങ്ങനെ? അങ്ങനെ സ്വർഗം കണ്ട മതി, അങ്ങനെ സ്വർഗം കാണണം. എങ്ങനെ ബെഡിൽ കമത്തി കിടത്തണോ, നിവൃത്തി കിടത്തണോ? തുണിയില്ലാതെ ബെഡിൽ കിടത്തണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ബെഡിൽ അങ്ങോട്ട് കിടക്കുക, നെയ്റ്റ് മാത്രം നമുക്കൊരു കാര്യമില്ല, ഡ്രസ്സ് ഊരിയിട്ട് വേണ്ടേ. നമ്മൾ ഡ്രസ്സ് പാടെ അങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല, ഡ്രസ്സൊക്കെ ഊരിയിട്ട് കിടത്തണം, അതല്ലേ നല്ലത്. ബെഡിൽ അങ്ങോട്ട് കിടക്കുക, നെയ്റ്റ് പൊക്കി വെക്കുക, താഴെ ഒരുത്തനെ കിടത്തുക. അത് മതിയോ? താഴെ ഒരുത്തനെ കിടത്തിയാൽ മാത്രം മതിയോ? ആശാ ചേച്ചി, താഴെ ഒരാളെ കിടത്തിയാൽ മാത്രം മതിയോ? പിന്നെ എങ്ങനെ ചെയ്യണ്ടെന്ന് കൂടെ പറഞ്ഞ എൻ്റെ ഫ്രീഡം. ഓ, പിന്നെ എന്ത് ചെയ്യണം കൂടെ പറഞ്ഞു തരണം. എനിക്കറിയില്ല, ഞാൻ ചെയ്യിപ്പിക്കാനാ. ബാക്കി പറഞ്ഞു കൊടുക്ക്. ഹായ് മോളെ, വെറുതെ ഇടങ്ങാറാക്കല്ലേ കൊച്ചു കല്ലി. എനിക്കറിയില്ല കേട്ടാ, താഴെ കിടന്നത് ഓരോരുത്തരെ താഴെ കിടത്തിയാൽ മാത്രം മതിയോ? അവനെ കൊണ്ട് താഴേന്ന് മുകളിലോട്ട്. ചേച്ചി അയ്യോ, എനിക്ക് മുള്ളാൻ നിൽക്കണേ, വയറ് ചിരിപ്പിച്ച്. പിന്നെ ശില്പിക്കുക എന്റെ മോളെ. അയ്യോ, എനിക്ക് മുള്ളാൻ വിട്ടുള്ളൂ. അയ്യോ, അയ്യോ എൻ്റെ അമ്മ. പോയേ ആയിഷ അല്ല. ബിജി മൂടായോ? ഞാനോ? എന്റെ മോളെ, ഇവിടെ എന്തൊക്കെ നടക്കുന്നു? അയ്യോ, നീറുന്നുണ്ടോ? ആടി ചെറിയ നീറ്റുണ്ട്, എന്ത് ചെയ്യാ?
ഈ പുകച്ച് എനിക്ക് ഭയങ്കര പുകച്ചില്. ഞാൻ അതെന്താ ചെയ്യാ? എനിക്ക് അനക്കാൻ വയ്യ, പുകയുന്നു താഴെ. അശ്ശേ ആശുപ ചേച്ചി പുളി. ഒരു കാര്യം ചെയ്യും, എനിക്ക് മറുപടി പറയാൻ വയ്യ. കാൽ വിരൽ തൊട്ട് നക്കിയെടുക്കണം, അത് പൊളി. ആ പറഞ്ഞ ന്യായം, അതിൽ എസ്റ്റിക്ക പറഞ്ഞ ന്യായം, എനിക്കതാ ഇഷ്ടം. ഓടി വന്നിട്ട് ഇങ്ങനെ കാല് കഴിച്ച് വെക്കുക, എനിക്ക് അതിനോട് താല്പര്യമില്ല. പതുക്കെ കിടത്തി കാൽവേരിൽ ഇങ്ങനെ പതുക്കെ പൊന്തിച്ചിട്ട് കാലിൻ്റെ ഉള്ളിൽ കൂടെ രോമത്തിൽ കൂടെ ഇങ്ങനെ വെച്ച് കളിക്കണം. കാൽവിരൽ ഒടുങ്ങി ടോർച്ചർ അടിച്ചു നോക്ക്. ആഴളക്കാൻ പോവാണ് അവൻ. കാൽവിരൽ തൊട്ട് നക്കിയെടുക്കണം. മീരയുടെ സ്വന്തം കമഴത്തേക്ക് എടുത്തി മുട്ട് മടക്കി വെച്ച് ബാക്കിൽ കൂടെ ഫ്രണ്ട്. അശ്ശോ ചേച്ചി, അയ്യേ ഈ പെണ്ണ് എന്തൊക്കെയോ പറയുന്ന ചേച്ചി. എടാ ജമ്മു, അയ്യയ്യോ ആശപ ചേച്ചി, എനിക്ക് വയ്യ. നീ പറ അപ്പോഴും മൂടാകുന്നത്. മൂടായ അവിടെ ഹസ്ബൻഡ് ഉണ്ട്. കാന്താരിയടാ, നിന്റെ ചെറുക്കം വന്നാ? നിന്റെ ചെറുക്കം വന്നോ? എനിക്ക് വിളിച്ചെടുത്തൂടെ ആരുമില്ല. അടുത്ത് കിടക്കുന്നുണ്ട്. ആഹാ, നിങ്ങൾ ഡെയിലി ഉണ്ട്. അപ്പൊ നിന്റെ ചെറുക്കൻ ഡെയിലി നിന്റെ കൂടെയാണോ? ആണോ? ബോയ് ഫ്രണ്ട്? ആശുപ ചേച്ചി വന്നു. അപ്പൊ നിന്റെ ബോയ് ഫ്രണ്ട് നിന്റെ കൂടെയാ ഡെയിലി? ഒരെണ്ണം കഴിഞ്ഞു. നിന്റെ ഡേറ്റ് കഴിഞ്ഞോ? മെൻസസ് ഒക്കെ കഴിഞ്ഞോ? ബിജി കാൽവിരലോ? നിങ്ങളുടെ കൂടെയാണല്ലേ? ഓക്കെ, അതാണ് യോഗം. എനിക്കും കൂടെ ഒരു ബോയ് ഫ്രണ്ട് നോക്കണം. പക്ഷെ ചില ആൾക്കാർ പിഴുതെടുക്കുള്ളൂ. എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ വെക്കണം. ഈ മയിരി പോയി കിടന്നുറങ്ങ്. ഇതവനെ പിടിച്ച് ബ്ലോക്ക് അടിച്ച് ചേച്ചി. ഇതേവനെ ആ ചെറുക്കനെ പിടിച്ച് ബ്ലോക്ക് അടിച്ച്. അവൻ കുറേ നേരമായിട്ട് ചൊറിയുന്ന. കാണാനും കേൾക്കാനും താല്പര്യമുള്ളവർ മാത്രം എൻ്റെ ലൈവിൽ വന്നിരുന്നാ മതി. മേബിളേ ഇതൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ, നല്ലതാ. നന്നായിട്ട് വലിച്ചു വിടണം. ഷോ